സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഇടുക്കി അടൂർ മലയിൽ ഉരുൾപൊട്ടൽ, ഒരു സ്ത്രീ മരിച്ചു എന്ന വളരെ വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നു. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മഷിക്കല്ലേൽ സ്വദേശി സുമതിയാണ് മരിച്ചത്. സുമതിയുടെ ഭർത്താവും മകനും അത്ഭുതകരമായി മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടു. മകനെ മണ്ണിന്റെ അടിയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. വാഗമൺ കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞ് ഒരാൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. കോട്ടയത്ത് പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകനെയും കാണാതായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ട തേക്കുംതോട് തുമ്പാക്കുളത്തും ഉരുൾപൊട്ടി എന്നൊരു സംശയമുണ്ട്. മധ്യ കേരളത്തിൽ മഴ ശക്തമാണ്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. വിവിധ റോഡുകളും വെള്ളത്തിനടിയിലായി. ഇടുക്കി, തൃശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക. കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഇടുക്കിയിൽ ഉരുൾപൊട്ടലുണ്ടായത് കുടയത്തൂർ അടൂർ മലയിലാണ്. മഷിക്കല്ലേൽ സ്വദേശി രവിയുടെ വീടിന് മുകളിലേക്കാണ് രാവിലെ മണ്ണിടിഞ്ഞു വീണത്. രവിയുടെ ഭാര്യ സുമതിയുടെ മൃതദേഹം 400 അടി താഴ്ചയിൽ നിന്നാണ് തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന രവിയും മകനും അപകടത്തിൽ രക്ഷപ്പെട്ടിരുന്നു. വാഗമൺ കോലാഹലമേട്ടിലും മണ്ണിടിഞ്ഞൊരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു എന്നാണ് അറിയുന്നത്. കൊക്കയാറിൽ വീടുകളിൽ വെള്ളം കയറി, ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി. ദേശീയപാതയിൽ ചക്കൊച്ചി വളവിന് സമീപം റോഡിലേക്ക് വൻ പാറ പതിച്ചിട്ടുണ്ട്. അടിമാലിയിൽ മേഖലയിൽ ശക്തമായ മഴയിൽ ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ചറ്റുപാറ, മച്ചിപ്ലാവ്, ദേവിയാർ, 10-ാം മൈൽ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഇപ്പോൾ ഏലപ്പാറയിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ, കനത്ത മഴയാണ്. മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. അതിൽ ചിലയിടങ്ങളിലേക്ക് ഉരുൾപൊട്ടലുണ്ടായി എന്ന് സംശയമുണ്ട്. ഇപ്പോൾ വാഗമണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നയാളുടെ അവസ്ഥ എന്താണ്? ഇനി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഇടുക്കിയിൽ എത്ര പേരുണ്ട്? എത്ര പേരെ നമ്മൾ ഇതിനകം രക്ഷപ്പെടുത്തി? ഒരു മരണമല്ലേ ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? രാഹുൽ സുരേഷ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ലോ റേഞ്ചിൽ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഹൈ റേഞ്ചിൽ മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കയായി പറയേണ്ടത് ഒരാളുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. കുടയത്തൂർ പഞ്ചായത്തിൽ അടൂർമലയിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ വീട്ടിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ ആദ്യം തന്നെ രക്ഷപ്പെട്ടിരുന്നു. മഷിക്കല്ലയിൽ രവിയുടെ വീടിന് മുകളിലാണ് മണ്ണിടിഞ്ഞ് വീഴുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. രവിയും മകനും ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷപ്പെട്ടു. ഈ ഒച്ച കേട്ടുകൊണ്ട് തന്നെ രവി ഓടി മാറുകയായിരുന്നു. മകനെ ഈ മണ്ണിനടിയിൽ നിന്നും നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷേ സുമതിയെ കാണാതാവുകയായിരുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 400 അടി താഴ്ചയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്താനായത്. 29 പേരടങ്ങുന്ന NDRF സംഘവും ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകളായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. റോഡുകളെല്ലാം തന്നെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്തായാലും 7:15 കൂടിയാണ് ഈ സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആശങ്കയായി പറയേണ്ടത് ഈ കോലാഹലമേട്ടിൽ, അതായത് വാഗമണ്ണിന് സമീപമുള്ള കോലാഹലമേട്ടിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. വൈക്കം സ്വദേശിയായിട്ടുള്ള പ്രഭാകരനെയാണ് കാണാതായിരിക്കുന്നത്. ബന്ധുവായിട്ടുള്ള ലീലാമണിയുടെ വീട്ടിലാണ് ഈ പ്രഭാകരൻ എത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു എത്തിയത്. പക്ഷേ ഈ പ്രഭാകരൻ കിടന്നിരുന്ന വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. അങ്ങനെയാണ് പ്രഭാകരനെ കാണാതായത്. ഇപ്പോൾ അവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഏലപ്പാറയിലാണ്. കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന മലയോര ഹൈവേ ആണ്. ഈ മലയോര ഹൈവേയിൽ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ദൃശ്യം മാത്രമാണ്. ഇതിന് സമാനമായിട്ട് വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. 4 മണിക്കാണ് ഈ സംഭവ സ്ഥലത്ത് ഈ കാണുന്ന പ്രദേശത്ത് മണ്ണിടിഞ്ഞത്. പക്ഷേ ഇപ്പോൾ 7:15 ഇപ്പോഴാണ് JCB ഇവിടെ എത്തിക്കാനായത്. അതിന് പ്രതിസന്ധിയായി മാറുന്നത് പലയിടങ്ങളിലും മണ്ണിടിഞ്ഞുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇത്തരത്തിൽ ദുഷ്കരമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കിലോമീറ്ററുകൾ ദൂരത്തിൽ ആളുകൾ രാവിലെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കട്ടപ്പന അല്ലെങ്കിൽ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ സമയങ്ങളിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും താഴ്ഭാഗങ്ങളിലുള്ള ആശുപത്രികളിലേക്കൊക്കെ ആളുകൾ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് രാവിലെ തന്നെ ഈ മഴക്കെടുതിയിൽ പെട്ടുപോയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾക്കാണെങ്കിൽ കൂടി ഒരു അപകടം നടന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിനും വലിയ പ്രതിസന്ധിയുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രാവിലെ നമ്മൾ ആദ്യം കണ്ട ദൃശ്യങ്ങൾ ചപ്പാത്തിൽ നിന്നുള്ളതായിരുന്നു. കട്ടപ്പനയിൽ നിന്നും വരുന്ന വഴിക്കുള്ള സ്ഥലമാണ് ഈ ചപ്പാത്ത് പാലം. വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്.